ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. പഴം നിറച്ചത്. ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പഴുത്ത പഴം വേണം പഴം നിറച്ചത് തയ്യാറാക്കുന്നതിന് വേണ്ടി എടുക്കാൻ. ഇനി ഓരോ പഴത്തിനും ഇതുപോലെ നീളത്തിലൊരു കട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങയുടെ മിക്സ് പതുക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ പഴവും തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഒരല്പം വെള്ളം ചേർത്ത് കട്ടിയുള്ള ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ ഫില്ലിങ് വരുന്ന ഭാഗത്ത് ഒരല്പം മിക്സ് തേച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫില്ലിങ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം പഴം നിറച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ചു വിട്ട് പഴം ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പമുള്ളതുമായ പഴം നിറച്ചത് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.